വചനമൊഴി ഏപ്രിൽ 22. വചനഭാഗം 1 കോരിന്തോസ് 15:12-19, ലൂക്കായുടെ സുവിശേഷം 24:13-27. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ആ ദിവസം തന്നെ അവരിൽ 2 പേർ ജെറുസലേമിൽ നിന്ന് 60 സ്താദിയോൻ അകലെയുള്ള എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ഈ സംഭവങ്ങളെക്കുറിച്ചെല്ലാം അവർ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ സംസാരിക്കുകയും തർക്കിക്കുകയും ചെയ്തു കൊണ്ടുപോകുമ്പോൾ ഈശോ തന്നെ അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്തിനെപ്പറ്റിയാണ് നിങ്ങൾ നടന്നുകൊണ്ട് അന്യോന്യം വാദപ്രതിവാദം ചെയ്യുന്നത്? അവർ മ്ലാനവദനരായി നിന്നു. അവരിൽ ക്ലെയോപ്പാസ് എന്നു പേരുള്ളവൻ അവനോട് ചോദിച്ചു, ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവമൊന്നും അറിയാത്ത അപരിചിതനാണോ നീ? അവൻ അവരോട് ചോദിച്ചു, ഏതു കാര്യങ്ങൾ? അവർ അവനോട് പറഞ്ഞു, നസറായനായ ഈശോയെ കുറിച്ച് തന്നെ. അവൻ ദൈവത്തിന്റെയും ജനം മുഴുവന്റെയും മുൻപിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു. ഞങ്ങളുടെ പ്രധാന പുരോഹിതന്മാരും ഭരണാധിപന്മാരും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും അവർ അവനെ ക്രൂശിക്കുകയും ചെയ്തു. ഇവൻ ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവനെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഇതിനൊക്കെ പുറമെ ഇവയെല്ലാം സംഭവിച്ചിട്ട് ഇത് 3-ാം ദിവസമാണ്. മാത്രമല്ല, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഞങ്ങളെ വിസ്മയിപ്പിക്കുകയും ചെയ്തു. ഇന്ന് രാവിലെ അവർ കല്ലറയിങ്കൽ പോയിരുന്നു, എന്നാൽ അവന്റെ ശരീരം അവർ അവിടെ കണ്ടില്ല. അവർ തിരിച്ചു വന്ന് തങ്ങൾക്ക് ദൂതന്മാരുടെ ദർശനമുണ്ടായെന്നും അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അറിയിച്ചുവെന്നും പറഞ്ഞു. ഞങ്ങളുടെ കൂടെയുണ്ടായിരുന്നവരിൽ ചിലരും കല്ലറയിലേക്ക് പോയി സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു. എന്നാൽ അവനെ അവർ കണ്ടില്ല. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളതെല്ലാം വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ, മിശിഹ ഇതെല്ലാം സഹിച്ച് തന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? അനന്തരം മോശ മുതൽ എല്ലാ പ്രവാചകന്മാരും ലിഖിതങ്ങളിലെല്ലാം തന്നെപ്പറ്റി എഴുതിയിരിക്കുന്നവ അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഉയർപ്പ് ദിവസം തന്നെ നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് നാം ഇന്ന് സുവിശേഷത്തിൽ ശ്രവിക്കുന്നത്. 2 ശിഷ്യന്മാർ ജെറുസലേമിൽ നിന്നകന്ന് എമ്മാവൂസിലേക്ക് പോകുന്നു. തങ്ങളുടേതായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് വാദപ്രതിവാദം നടത്തിയൊക്കെയാണ് അവർ പോകുന്നത്. ഇങ്ങനെ ജെറുസലേമിൽ നിന്നകന്ന് എമ്മാവൂസിലേക്ക് പോകുന്ന അവരുടെ കൂടെ അവരിൽ ഒരുവനായി ഒരു വഴിയാത്രക്കാരനെ പോലെ ഈശോ തന്നെ വന്ന് അവരുടെ കൂടെ നടന്നു എന്നാണ് തിരുവചനം പറയുന്നത്. വഴിയാത്രക്കാരനായി പോകുന്നവരുടെ കൂടെ വഴിയാത്രക്കാരനായി ഉത്തിതനായി മിശിഹ പ്രത്യക്ഷപ്പെടുന്നു. മഗ്ദലന മറിയം തോട്ടത്തിൽ ഈശോയെ അന്വേഷിച്ച് കാത്തിരുന്നപ്പോൾ ഒരു തോട്ടക്കാരന്റെ ഭാവത്തിൽ ഈശോ പ്രത്യക്ഷപ്പെടുന്നു. ശിഷ്യന്മാർ പ്രാർത്ഥനയോടുകൂടി സിയോൻ മാളികയിൽ ഒന്നിച്ചുകൂടിയപ്പോൾ ആ കൂട്ടായ്മയിൽ അദൃശ്യമായി അടച്ചിട്ട മുറിയിൽ പ്രവേശിക്കാവുന്ന രൂപത്തിൽ മിശിഹ പ്രത്യക്ഷനാകുന്നു. അവിശ്വാസിയായി നിന്ന തോമസിന് വിശ്വാസം പകർന്നു നൽകുന്ന രൂപത്തിൽ മിശിഹ പ്രത്യക്ഷപ്പെടുന്നു. കടലിൽ മീൻ പിടിച്ചുകൊണ്ടിരുന്ന അപ്പസ്തോലന്മാർക്ക് വലിയ ഒരു മീൻപിടുത്തക്കാരനെ പോലെ ഈശോ പ്രത്യക്ഷപ്പെടുന്നു. ഉത്തിതനായ ഈശോയുടെ പ്രത്യേകത ഇതാണ്. ഓരോരുത്തരും ജീവിത സാഹചര്യത്തിൽ അവരിൽ ഒരുവനായി ഈശോ കടന്നു വരുന്നുണ്ട്. ഈശോ കടന്നു വരുന്നത് വചനത്തിലൂടെയും പരിശുദ്ധ കുദാശയിലൂടെയുമാണ്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ ഈശോയെ ശ്രവിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചു.
ഈശോ വാഴ്ത്തി നൽകിയ അപ്പം ഭക്ഷിച്ചപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു. അവർ ഈശോയെ തിരിച്ചറിയുകയാണ് അപ്പത്തിന്റെ രൂപത്തിൽ. ഇന്നും മിശിഹ നമ്മുടെ കൂടെയുണ്ട്. തിരുവചനമായി, ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുന്ന വിധത്തിൽ തിരുവചനമായി ഈശോ നമ്മുടെ കൂടെയുണ്ട്. സഹോദരങ്ങളിൽ ഈശോയെ കാണുവാൻ തക്കവിധം കണ്ണുകൾ തുറക്കുന്ന വിധത്തിൽ ഈശോ അപ്പമായി നമ്മിൽ വസിക്കുന്നു. ഉത്തിതനായ മിശിഹ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മോടൊപ്പമുണ്ട്. ആ ഈശോയെ തിരിച്ചറിയുന്നതിനും കൂടെ വസിക്കുന്നവരിലും കൂടെ നടക്കുന്നവരിലും ദൈവിക സാന്നിധ്യമുണ്ട് എന്ന തിരിച്ചറിവിലേക്ക് ആഴപ്പെടുന്നതിനും നമുക്ക് ഈ ഉയർപ്പ് കാലത്ത് പ്രത്യേകം പരിശ്രമിക്കാം. ഉത്തിതനായ മിശിഹായെ അനുഭവിച്ച് അവിടുന്ന് നൽകുന്ന പ്രത്യാശയും സന്തോഷവും പങ്കുവെച്ച് ജീവിക്കുവാൻ ദൈവകൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.